ഇന്ന് ദൈവത്തിന്റെ അനേകം മക്കളുടെ ജീവിതത്തിൽ വലിയൊരു ഭയമുണ്ട്. ഞാൻ അവസാനം വരെ ഉറച്ചു നിൽക്കുമോ അല്ലെങ്കിൽ ഇടറിപ്പോകുമോ എന്നത്. ആത്മീയ ജീവിതം ഒരു സുന്ദരമായ വഴിയല്ല. ഇത് കയറ്റുമിറക്കും നിറഞ്ഞു നിൽക്കുന്ന പിഴുതുപോകാൻ സാധ്യതയുള്ളൊരു ഇടുങ്ങിയ വഴിയാണ്. ദൈനംദിന ധ്യാനം. അതിനാൽ സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുത്തതും ഉറപ്പാക്കാൻ കൂടുതൽ പരിശ്രമിക്കൂ. നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും ഇടറുകയില്ല. 2 പത്രോസ് 1 അധ്യായം 10 വാക്യം. ഇന്ന് ദൈവത്തിന്റെ അനേകം മക്കളുടെ ജീവിതത്തിൽ വലിയൊരു ഭയമുണ്ട്. ഞാൻ അവസാനം വരെ ഉറച്ചു നിൽക്കുമോ അല്ലെങ്കിൽ ഇടറിപ്പോകുമോ എന്നത്. ആത്മീയ ജീവിതം ഒരു സുന്ദരമായ വഴിയല്ല. ഇത് കയറ്റവും ഇറക്കവും പിഴുതുപോകാൻ സാധ്യതയുള്ള ഇടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടുങ്ങിയ വഴിയാണ്. അപ്പോസ്തലൻ പത്രോസ് തന്റെ ജീവിതത്തിന്റെ അവസാനം അടുത്തു വരുമ്പോൾ സഭയോട് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം എഴുതുന്നു. ഈ വാക്യത്തിൽ ദൈവമകന്റെ വിശ്വാസയാത്ര അവസാനത്തോളം സുരക്ഷിതമായി നശിപ്പിക്കാതെ എങ്ങനെ ഓടിക്കഴിഞ്ഞേക്കാമെന്ന് പത്രോസ് ഉപദേശം നൽകുന്നു. അതിനാൽ ദൈവമക്കൾ ആത്മീയ ജീവിതത്തിൽ ഇടരാതിരിക്കാൻ ജാഗ്രതയോടെ ഇരിക്കണം. നാം വീഴാതിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുത്തതും സംബന്ധിച്ച് ഉറപ്പായിരിക്കണം. നമ്മുടെ രക്ഷ നാം തന്നെയാണ് ആരംഭിച്ചതല്ല, ദൈവം തന്നെയാണ് അതിന് തുടക്കം കുറിച്ചത്. അതിനാൽ ദൈവവചനം പറയുന്നു, രക്ഷ യഹോവയുടേതാണ് എന്നും നമ്മുടെ വിശ്വാസത്തിന്റെ ആരംഭകനും സമാപകനുമായ യേശുവിനെ തിരിച്ചറിയുന്നു. ദൈവം തന്നെയാണ് നമ്മെ തിരഞ്ഞെടുത്തത്. ലോകം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പും നാം ജനിക്കുന്നതിനു മുമ്പും ദൈവം നമ്മെ തന്റെ മക്കളായി നിർണയിച്ചു. അവൻ നമ്മെ മുൻകൂട്ടി നിർണയിച്ചതിനൊപ്പം അവൻ തന്നെയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അവൻ മുൻകൂട്ടി നിർണയിച്ചവരെ അവൻ വിളിച്ചു, വിളിച്ചവരെ അവൻ നീതീകരിച്ചു, നീതീകരിച്ചവരെ അവൻ മഹത്വപ്പെടുത്തി. റോമർ 8:30. സമയപര്യാപ്തി വന്നപ്പോൾ ദൈവം സുവിശേഷത്തിലൂടെയോ നമ്മുടെ ജീവിതത്തിലെ ഒരു സംഭവത്തിലൂടെയോ നമ്മെ ഇരുണ്ടതിൽ നിന്ന് തന്റെ അത്ഭുതകരമായ വെളിച്ചത്തിലേക്ക് വിളിച്ചു. ദൈവം നമ്മെ വിളിച്ചതും ഈ വിളി അവനിൽ നിന്നാണ് വരുന്നതെന്നതും സത്യമാണ്. എങ്കിലും ഇതിൽ നമ്മുടെയും പങ്കുണ്ട്. അതിനാൽ തിരുവെഴുത്തു പറയുന്നു, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുത്തതും ഉറപ്പാക്കാൻ ഉത്സാഹിക്കൂ. ഉത്സാഹിക്കണം എന്നതെന്താ അർത്ഥം? അത് ഉത്സാഹവും വേഗത്തിൽ പ്രവർത്തിക്കലും എല്ലാ ശ്രമവും കാണിക്കലുമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, സ്വർഗം ഇപ്പോൾ ഉറപ്പാണ് എന്ന് അവകാശപ്പെട്ട ശേഷം പാപത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടതല്ല. ദൈവത്തിന്റെ വിളിക്ക് യോഗ്യമായ രീതിയിൽ നമുക്ക് നടക്കേണ്ടതുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഇത് ഉറപ്പാക്കാൻ കഴിയില്ല. ഒരു വൃക്ഷത്തെ അതിന്റെ ഫലങ്ങൾ കൊണ്ടാണ് അറിയപ്പെടുന്നത്. മുമ്പത്തെ വാക്യങ്ങളിൽ പത്രോസ് ഒരു പട്ടിക നൽകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഉത്സാഹവും കാണിച്ച് നിങ്ങളുടെ വിശ്വാസത്തിൽ സദ്ഗുണവും, സദ്ഗുണത്തിൽ ജ്ഞാനവും, ജ്ഞാനത്തിൽ സ്വയം നിയന്ത്രണവും, സ്വയം നിയന്ത്രണത്തിൽ ക്ഷമയും, ക്ഷമയിൽ ഭക്തിയും, ഭക്തിയിൽ സഹോദര സ്നേഹവും, സഹോദര സ്നേഹത്തിൽ സ്നേഹവും കൂട്ടിച്ചേർക്കുവിൻ. 2 പത്രോസ് 1 അധ്യായം 5 മുതൽ 7 വരെയുള്ളവ. ദൈവത്തിന്റെ വിളി അനുസരിച്ച് വിശുദ്ധിയിൽ വളരുമ്പോഴാണ് നമ്മുടെ വിളി ഉറപ്പാകുന്നത്. വിശുദ്ധിയിൽ വളരാൻ ഉത്സാഹത്തോടെ പരിശ്രമിക്കുന്നവരെയും ദൈവത്തിന്റെ വിളിക്ക് യോഗ്യമായി നടക്കുന്നവരെയും പിശാച് കുലുക്കാൻ കഴിയില്ല. ലോകത്തിലെ പാപം അവരെ വലിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനാകയാൽ നിങ്ങളും എല്ലാ ആചരണത്തിലും വിശുദ്ധരായിരിക്കുവിൻ. 1 പത്രോസ് 1 അധ്യായം 15 വാക്യം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ. ആമേൻ.